ഹലോ എവ്രി വൺ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത് കേപ്പ് ഷാങ്ക് ലുക്ക് ഔട്ടും അതിലൂടെ നടന്ന് താഴത്ത് ഓസ്ട്രേലിയയുടെ അതായത് മോണിങ്ടൺ പെനിൻസുല എന്ന് പറയുന്ന സബർബിൻ്റെ തെക്കേറ്റത്തുള്ള ഏറ്റവും ടിപ്പിൽ അതായത് സദേൺ എൻഡ് പോയിന്റിലേക്കുള്ള ഒരു യാത്രയാണ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഈ കേപ്പ് ഷാങ്കിൻ്റെ തീരപ്രദേശത്ത് നിന്ന് മുകളിലൂടെ ഉയരത്തിൽ കാണുന്ന ഈ വാക്കിംഗ് ട്രയൽ ആസ്വദിക്കാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇടതൂർന്ന തീരദേശ വനപ്രദേശങ്ങളിലൂടെ വളഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടി നടന്ന് ഒന്നിലധികം പടികളിറങ്ങി ഒറ്റപ്പെട്ടതും ശാന്തവുമായ ഈ ഫിംഗൽ ബീച്ചിലേക്ക് ചെല്ലുവാനുള്ളൊരു ഓപ്ഷനുണ്ട്. മോണിങ്ടൺ പെനിൻസുല നാഷണൽ പാർക്കിൻ്റെ അവിടെ മാത്രം നമുക്ക് നായ്ക്കളെ അനുവദിക്കില്ല. അതായത് നോ ഡോഗ് സോണാണ്. കാര്യം അവിടെ പല വന്യജീവികളുള്ളതുകൊണ്ട് അതുങ്ങൾക്ക് ഒരു ത്രെട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോഗ് നോട്ട് അലൗഡ്. സോ ഇതിൽ ബീച്ചുകൾ ഉൾപ്പെടും, കാർ പാർക്കുകൾ, ഗ്രീൻ ബുഷ് എന്നിവ എല്ലാ ഏരിയയിലും അതായത് ഡോഗ് നോട്ട് അലൗഡ് ആണ്. ഗാരിക്കൾ പോലുള്ള നമ്മുടെ തദ്ദേശീയ വന്യജീവികളുടെ ഒരു സങ്കേതമായ ഗ്രീൻ ബുഷ് ഏരിയ, മോണിങ്ടൺ പെനിൻസുലയിൽ അവശേഷിക്കുന്ന തദ്ദേശീയ അവിടെ മാത്രം കാണുന്ന കുറ്റിച്ചെടികളുടെ ഏറ്റവും വലിയൊരു ഏരിയയാണ് ഈ ഒരു ലൊക്കേഷൻ. ആ ഒരു ഏരിയയിൽ ഒട്ടനവധി വാക്കിംഗ് ട്രയൽസ് ഉണ്ട്. അതായത് കോപ്പിൻസ് ട്രാക്ക്, ഫ്രാൻസ്വർത്ത് ട്രാക്ക്, ലൈഫ് സേവിംഗ് ട്രാക്ക്, ദ കോസ്റ്റൽ വാക്ക്, കേപ്പ് ഷാങ്ക് ടു ബുഷ് റേഞ്ചസ് ബേ. അതൊരു വൺ ഓഫ് ദി ഫേമസ് വാക്കിംഗ് ട്രയലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം 2 മണിക്കൂർ നമ്മൾ സമയമെടുക്കും. അതുപോലെ തന്നെ ഫിംഗൽ ബീച്ച്, ആ ഒരു ഏരിയയിലാണ് ആ ലുക്ക് ഔട്ട് പോയിന്റ്. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഒരു ഏരിയ ബ്ലോ ഹോൾ എന്ന് പറയുന്ന ഒരു ഏരിയ. അത് ഏകദേശം 3 കിലോമീറ്റർ ഉള്ള ഒരു വാക്കിംഗ് ട്രാക്കാണ്. ബാസ് സ്ട്രീറ്റിൻ്റെ ഒരു ലുക്ക് ഔട്ട് പോയിന്റ് കൂടിയാണ് ആ ഒരു ഏരിയ. വൺ ഓഫ് ദി സദേൺ മോസ്റ്റ് ടിപ്പ് ആണ് മോണിങ്ടൺ പെനിൻസുലയുടെ. പിന്നെ ഗ്രീൻസ്, ബുഷ് വാക്സ്, അങ്ങനെ ഒട്ടനവധി നടക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് നടക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ. ചിലത് 9 കിലോമീറ്ററോളം നടത്തുണ്ട്. അതായത് 2 ബേസ് വാക്കിംഗ് ട്രയൽ എന്ന് പറയും. ഗ്രീൻ ബുഷിലൂടെ നടന്ന് വേണമെങ്കിൽ നമുക്ക് അതിൽ മേലെ എല്ലാം കൂടി കവർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഏരിയ ഉണ്ട് നടന്ന് നമുക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അതിലൂടെ പോകുമ്പോൾ നമുക്ക് 200 വർഷം പഴക്കമുള്ള വലിയ ടോളായിട്ടുള്ള ഗ്രാസ് ട്രീസ് കാണാം. തിക്കായുള്ള ടീ ട്രീസ് ഉണ്ട്. പല ബേർഡുകളെ കാണാം. അങ്ങനെ ഒട്ടനവധി നേച്ചർ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു ലൊക്കേഷൻ. അതുപോലെ തന്നെയാണ് നമ്മൾ ആ നടത്ത പാതകൾ, താഴത്തേക്കുള്ള ഓരോ സ്റ്റെപ്പുകൾ, അത് ബസാൾട്ട് പാറക്കെട്ടുകളുടെയും കുറഞ്ഞ വേലിയേറ്റത്തിൽ തുറന്ന് കാണപ്പെടുന്ന ഫിംഗൽ ബീച്ചിൻ്റെ ഈ മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ആ ഒരു ഏരിയ നമുക്കൊരു ലുക്ക് ഔട്ട് പോയിൻ്റാണ്. നമുക്ക് വേണമെങ്കിൽ ആ ഇറങ്ങി താഴ്ത്ത് ചെന്ന് നമുക്ക് അടുത്ത് കാണാനുള്ള അവസരമുണ്ട്. വളരെയധികം വർഷങ്ങൾ കൊണ്ട് ഈ വോൾക്കാനിക് എറപ്ഷൻ മൂലമുണ്ടായ പാറയുടെ അവശിഷ്ടങ്ങളാണ് അതെല്ലാം. പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഏരിയയിൽ ചെല്ലാൻ നേരത്ത് കടലടുത്തേക്ക് ചെല്ലാൻ
ചെല്ലുന്നത് വളരെ റിസ്ക്കിയാണ്. കാര്യം തിരമാലകൾ എപ്പോൾ വേണമെങ്കിലും ഉയർന്ന തിരമാലകളായിട്ട് വരാം. അവിടെ പ്രത്യേകം ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഞങ്ങളിത് കാണാൻ പോയി. പിറ്റേ ദിവസം അതിൽ ന്യൂസിലൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അവിടെ ഒരു പെൺകുട്ടി മിസ്സിങ് ആയി ആ ഒരു ഏരിയയിൽ. കാര്യം ചിലപ്പം സ്ലിപ്പറി ആകാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല, വർത്താനം പറഞ്ഞ് നിൽക്കും, പെട്ടെന്നായിരിക്കും ചെറിയൊരു തിരമാല വരും, നമ്മൾ ഓടാൻ ട്രൈ ചെയ്യും, പെട്ടെന്ന് സ്ലിപ്പായി പോകും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഏരിയയിൽ ചെല്ലാൻ നേരത്ത് നമ്മൾ അങ്ങ് ടുവേഴ്സ് ദ എൻഡിലേക്ക് പോവാതെ കുറച്ച് ദൂരെ മാറി നിന്ന് കാണുന്നതാണ് എപ്പോഴും സേഫ്. ബീച്ചുകളും തീരങ്ങളും പ്രകൃതിദത്തമായ പരിസ്ഥിതികളായതിനാൽ നിങ്ങൾക്ക് അപകടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കാര്യം ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബീച്ചല്ല ഇത്. അപ്പം അപകടങ്ങൾ നിങ്ങൾക്ക് വന്നേക്കാം. അങ്ങനത്തെ ഒരു ലൊക്കേഷനാണിത്, ആ ഒരു ബീച്ചിൻ്റെ ഒരു ഏരിയ അല്ല. അപ്പം നമ്മൾ അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേണം നമ്മൾ നടക്കാൻ നേരത്ത് അതിന് പറ്റിയ ഷൂകളും വാർണിംഗ് സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ കാണാൻ ഇറങ്ങാനെല്ലാം. കാര്യം അത് അവരുടേതായ സേഫ്റ്റി മെസ്സേജ് എപ്പോഴും നോക്കിയിട്ട് വേണം നമ്മൾ അവിടെ യാത്ര ചെയ്യാൻ വേണ്ടി. നിരവധി പടികളുള്ള ഒരു ചെറിയ കുത്തനെയുള്ള പാത കാർ പാർക്കിൽ നിന്നും തുറന്ന ഈ തീരത്തേക്ക് എത്തുന്നു. പര്യവേഷണം ചെയ്യാൻ ധാരാളം പാർക്കെട്ടുകളുണ്ട് ഈ ഏരിയയിൽ. വിശാലമായ സമുദ്രജീവികൾക്ക് അഭയം നൽകുന്ന ഗട്ടറുകൾ, പര്യവേഷണം ചെയ്യാൻ ധാരാളം പാർക്കെട്ടുകളുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു ഏരിയ. മത്സ്യബന്ധനം ഇവിടെ ഒരു ജനപ്രിയ പ്രവർത്തനമാണ്. കാര്യം പലരും അവിടെ ഫിഷിംഗ് അല്ലെങ്കിൽ ചെയ്യുന്ന കാണാം. അതെല്ലാം ചിലവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിരിക്കും ഫിഷിംഗ് ചെയ്യുന്നത്. കാരണം വിശാലമായ സമുദ്രജീവികൾക്ക് അഭയം നൽകുന്ന ചെറിയ ചെറിയ പാറയുടെ വിടവുകൾ, ഹോളുകൾ, വലിയ പാറക്കൂട്ടങ്ങൾ എന്നിവ ഇവിടെയുണ്ട്. ഈ പാറക്കെട്ടുകളുടെ ഈ പ്രദേശം, തീരപ്രദേശം, കാൽനട യാത്രക്കാരെയും പ്രകൃതി ഇഷ്ടപ്പെടുന്നവരെയും അല്ലെങ്കിൽ പര്യവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയും വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബ്ലോ ഹോൾ കാണാനുള്ള അവസരം നമുക്ക് കുറഞ്ഞ വേലിയേറ്റത്തിൽ നമുക്ക് ലഭിക്കുന്നു. ഈ ബീച്ചിലെ ഉയർന്ന വേലിയേറ്റത്തിന് മുകളിലുള്ള മണലിനെ ഹൂഡഡ് പ്ലോവറുകൾ അവരുടെ വീടായി കണക്കാക്കുന്നു. അത് ഒരു തരം പക്ഷിയാണ്. അതുകൊണ്ട് അവിടെ സൈൻ വെച്ചിട്ടുണ്ട്, കീപ്പ് ഓഫ് ഫ്രം ദ ഹാബിറ്റാറ്റ്. അവരുടെ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി നമ്മൾ സഞ്ചരിക്കുക. മനോഹരമായ എന്നാൽ ദുർബലമായ ഈ ബീച്ച് കൂടുതലുള്ള പക്ഷിയുടെ ഒരു ആവാസ കേന്ദ്രമാണ്. ഈ പ്രദേശത്തെ വീടെന്ന് വിളിക്കുന്ന മറ്റൊരു അതിഥിയാണ് പാമ്പുകൾ. അതിനാൽ അനാവശ്യമായ പാമ്പിനെ പിടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനോ പോകാതിരിക്കുക. സേഫായിട്ട് യാത്ര ചെയ്യാൻ ട്രൈ ചെയ്യുക ഈ ഒരു ഏരിയയിൽ കൂടി. കാണാൻ അതിമനോഹരമാണെങ്കിലും പ്രവചനാതീതമായ തിരമാലകൾ, ശക്തമായ പ്രവാഹങ്ങൾ, പാറക്കെട്ടുകൾ, വലിയ തിരമാലകൾ എന്നിവയുള്ള ഈ ഫ്ലിൻഡേഴ്സ് ബ്ലോ ഹോൾ അപകടകരമായ നീന്തൽ ബീച്ചാണ്.
അടിയന്തര സേവനങ്ങൾക്ക് പരിമിതമായ പ്രവേശനമുള്ളതിനാൽ ബീച്ച് പെട്രോളിംഗ് ഇല്ലാത്തൊരു ഏരിയയാണ് ഈ ഒരു സ്ഥലം. അതുകൊണ്ട് നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കണം. സോ അവിടെ ഓൾറെഡി വാർണിംഗ് സൈൻ ഉണ്ട്. അത് പ്രകാരം ഞാൻ നേരത്തെയും സൂചിപ്പിച്ച പോലെ ആ കടലിൻ്റെ ടിപ്പ്, ആ ദൂരെ കാണുന്ന പാറയുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോകാതെ കുറച്ച് ദൂരെ മാറി നിന്ന് കാണുക. ആ ഒരു ഏരിയയിൽ എപ്പോൾ വേണമെങ്കിലും തിരമാല വളരെ ഭയാനകമായിട്ട് വരാം. നിങ്ങൾ പേടിച്ച് പുറയിലോട്ട് മാറുമ്പോഴായിരിക്കും കാല് തെന്നി വെള്ളത്തിൽ വീഴുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഏരിയയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ. ഞങ്ങളുടെ ഏകദേശം ഇന്നത്തെ ഈ ബ്ലോഹോൾ കേപ്പ് ഷാങ് ഏരിയ അവിടുത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞു. തിരിച്ച് ഞാനും പിള്ളേരും മേളിലേക്ക് നടക്കുകയാണ്. വിക്ടോറിയയുടെ പ്രകൃതിദത്തമായ സ്ഥലങ്ങൾ പര്യവേഷണം ചെയ്യാനും അനുഭവിക്കാനും പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ പ്രയോജനം ലഭിക്കും. അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് ഉള്ള ഒരു ഏരിയയാണ് മിക്ക പ്രദേശങ്ങളും. പോകുന്നതിന് മുമ്പ് ഏതൊരു സ്ഥലവും വിക്ടോറിയ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ വിക്ടോറിയ സേഫ്റ്റിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അത് നിങ്ങൾക്കൊരു മികച്ച ഒരു സന്ദർശനം നൽകുന്നതായിരിക്കും. ഈ ഒരു ഏരിയ ഡിസേബിലിറ്റി ഉള്ളവർക്ക്, വികലാംഗർക്ക് കുറച്ച് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. എന്നിരുന്നാലും വിക്ടോറിയയിലെ എല്ലാ തരം ആൾക്കാരെയും സംസ്ഥാനത്തുടനീളമുള്ള വിക്ടോറിയയുടെ പാർക്കുകൾ ആസ്വദിക്കാനുള്ള സഹായം നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ടൂർ ഗൈഡുകളെ അപ്രോച്ച് ചെയ്യുക. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വാക്കിംഗ് റാംപ്സ് അല്ലെങ്കിൽ വണ്ടി ഡയറക്റ്റ് നമുക്ക് ആ ബീച്ചിലേക്ക് ചെല്ലാനുള്ള സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ മാത്രം പ്രത്യേകമായിട്ട് ഇൻഹാബിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. ഇറ്റ്സ് നോട്ട് എ സർഫ് ബീച്ച്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനത്തെ സൗകര്യം ഇല്ലാത്തത്. എന്നാലും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡിൻ്റെ ഗൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സേഫ്റ്റി അല്ലാതെ ഇൻഫർമേഷൻസ് നോക്കണമെന്ന് പറയുന്നത്? ഇവിടെ മെൽബണിൽ ഒരു ദിവസം തന്നെ 4 കാലാവസ്ഥ വരും. അപ്പം നമ്മൾ മര്യാദയ്ക്ക് കാലാവസ്ഥ വെതർ റിപ്പോർട്ട് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെയിലായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം കാറ്റായിരിക്കും. ഇങ്ങനത്തെ ഏരിയയിൽ കാറ്റുള്ള സ്ഥലത്ത് പോയി നിൽക്കാനേ പറ്റത്തില്ല. അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എപ്പോഴും ഇൻഫർമേഷൻസ് നോക്കിയിട്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ കേപ്പ് ഷാങ് ബ്ലോഹോൾ ലുക്കൗട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.